ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ചില മഹാത്ഭുതങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കൊച്ചു കഥയാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ കഥ കേട്ടിട്ട് വന്നാലോ? ഒരു കൊച്ചു ഗ്രാമത്തിലെ 9 വയസ്സുള്ള കുട്ടിയായിരുന്നു അന്ന. 4ാം ക്ലാസ് വരെയുള്ള ഒരേ ഒരു സ്കൂൾ മാത്രമായിരുന്നു അവളുടെ ഗ്രാമത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളും 4ാം ക്ലാസ്സോടെ പഠനം അവസാനിപ്പിക്കുകയായിരുന്നു പതിവ്. എന്നാൽ അന്നയ്ക്ക് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അക്കാര്യം അവൾ അവളുടെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു. അവർ അന്നയുടെ മാതാപിതാക്കളോട് സംസാരിക്കുകയും നഗരത്തിലെ ഒരു വലിയ സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ ശരിയാക്കുകയും ചെയ്തു. ഇത് അറിഞ്ഞപ്പോൾ അന്ന വളരെ സന്തോഷത്തിലായി. പുതിയ സ്കൂളിൽ അവളുടെ ആദ്യ ദിവസമായിരുന്നു അന്ന്. അവൾ ആവേശത്തോടെ ക്ലാസ്സിലേക്ക് കയറി. എന്നാൽ അവളുടെ വേഷം കണ്ട് മറ്റു കുട്ടികൾ അവളെ കളിയാക്കി ചിരിച്ചു. അധ്യാപിക വന്നപ്പോൾ പെട്ടെന്ന് കുട്ടികൾ നിശബ്ദരായി. അവർ അന്നയെ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തി. അതിനുശേഷം താൻ ഇന്ന് ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്തുകയാണെന്ന് അധ്യാപിക വിദ്യാർത്ഥികളോട് പറഞ്ഞു. എല്ലാ കുട്ടികളോടുമായി ലോകത്തെ 7 മഹാത്ഭുതങ്ങൾ എഴുതാനായി ടീച്ചർ പറഞ്ഞു. എല്ലാവരും ആവേശത്തോടെ എഴുതി ഉത്തരക്കടലാസ് അധ്യാപികയെ ഏൽപ്പിച്ചു. എന്നാൽ അന്നയാകട്ടെ വളരെ പതിയെ ആലോചിച്ച് എഴുതിയ അവസാനമാണ് ഉത്തരക്കടലാസ് കൊടുത്തത്. എന്ത് പറ്റി മോളെ, ഉത്തരം അറിയില്ലേ? ടീച്ചർ ചോദിച്ചു. ഒരുപാട് മഹാത്ഭുതങ്ങൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏത് എഴുതണം എന്ന സംശയത്തിലായിരുന്നു ഞാൻ, അന്ന മറുപടി പറഞ്ഞു. അധ്യാപിക എല്ലാവരുടെയും ഉത്തരങ്ങൾ വായിച്ചു. ബഹുഭൂരിപക്ഷം പേരും ചൈനയിലെ വൻമതിലും ചെരിഞ്ഞ ഗോപുരവും അടക്കമുള്ള ലോകത്തെ 7 മഹാത്ഭുതങ്ങളെല്ലാം ശരിയായി തന്നെ എഴുതി. ഒടുവിൽ അന്നയുടെ ഉത്തരം വായിച്ചു. 7 മഹാത്ഭുതങ്ങൾ ഇവയാണ്: കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, വികാര വിചാരങ്ങൾ അറിയുന്നതിനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ദയയോടെ പ്രവർത്തിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്. ഇത് വായിച്ച് അധ്യാപിക ഞെട്ടിപ്പോയി. ക്ലാസ് മുഴുവൻ നിശബ്ദമായി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കുഗ്രാമത്തിൽ നിന്ന് വന്ന 9 വയസ്സുകാരി പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് തന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഈ സമ്മാനങ്ങളാണ് ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ചതിന്റെ മൂല്യം കാണാനും അതിൽ സന്തോഷിക്കാനും വിശ്വസിക്കാനും ഈ കൊച്ചുകഥ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രചോദനം ലഭിക്കുന്നതിനായി നമുക്ക് മറ്റെങ്ങും പോകേണ്ടതില്ല, സ്വന്തം ഉള്ളിലേക്ക് നോക്കിയാൽ മതി എന്നുള്ള കാര്യവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നേടാനുള്ള എല്ലാ ശക്തിയും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ആ ശക്തിയെല്ലാം ഉപയോഗിച്ച് പരമാവധി പരിശ്രമിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.